ഇന്നസെന്റ് ജഗതി കൂട്ടുകെട്ടിൽ പിറന്ന പൈ ബ്രദേഴ്സ് എന്ന ചലച്ചിത്രത്തിലെ നിലയ്ക്കാത്ത ചിരിമുഹൂർത്തങ്ങൾ. ഇതിലൊന്ന് ഒപ്പിടണം. ഇതെന്തായി കൈ കെട്ടിരിക്കുന്നത്? അത് അത് ആനവാല. അതെന്താ, തന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആനയുണ്ടോ? അല്ല, ഒരു ഫാഷന് വേണ്ടി കെട്ടിയതാ. ഒരു ഫാഷൻ ആണെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യടോ, നാളെ കാലത്ത് പോരുമ്പോ ഒരു ആനേനെ തോളിട്ടിട്ട് പോരെ. പോടോ. എന്താ സാറ് ഭയങ്കര ചൂടില്ല. എന്താ കാര്യം? നാളെ മുതൽ ആനവാല കെട്ടി ഓഫീസിൽ വന്ന എന്റെ പണി കളയുന്ന. അയ്യോ, തനിക്കറിയില്ലേ, പണ്ടൊരു ദിവസം മംഗലാപുരത്ത് വെച്ച് ഉത്സവം കാണാൻ പോയപ്പോ ഒരു ആന കുത്താനം ഓടിച്ചു. അന്ന് തൊട്ട് ആനയുടെ പിണ്ടം കണ്ടാലും അങ്ങർക്ക് ആനയുടെ പിണ്ടം. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. ഞാനിപ്പോ ആ അവസ്ഥയിലാ മോഹിനി. സാറ് ധൈര്യമായിരിക്കൂ, ഞാൻ കൂടെ ഇല്ലേ? കുട്ടി പുറത്തു പോകൂ. കുട്ടി അവിടെ ഇരിക്കൂ. ഞാനാണ് പറഞ്ഞത് പുറത്തു പോകാൻ. വേണ്ട, താൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. മോഹിനി പുറത്തു പോകൂ. അതെ, ഇനി പരിപാടി ഇവിടെ നടക്കില്ല. ഏത് പരിപാടി? ആ കുട്ടിയെ വിളിച്ചു വരുത്തി വേർത്തെ സംസാരിക്കുന്ന പരിപാടി. മനസ്സിലായില്ല. എങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. സൊള്ളൽ. തനിക്ക് വേണമെങ്കിൽ വേറൊരു ടൈപ്പിസ്റ്റിനെ നിയമിച്ചൂടെ? അത് തനിക്കായിക്കൂടെ? മോഹിനിക്ക് തന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് താനല്ലല്ലോ. പിന്നെ ആരാണ് തന്റെ തന്ത? ചാണകം മാറി കുട്ടമ്പിള്ളയോ? നീ എന്നെ തന്തയ്ക്ക് വിളിക്കും? ചാണകം മാറി കുട്ടമ്പിള്ള. ആശുപത്രിയിൽ പോണോ? ഓഫീസ് സ്റ്റാഫിന്റെ ശ്രദ്ധയ്ക്ക് മാനേജർ കേശവൻ നായർ പറയുന്നു, നാളെ മുതൽ ആരെങ്കിലും ഈ ഓഫീസിൽ ആനവാല എത്തിക്കൊണ്ട് വരികയോ ആനയെ പറ്റി സംസാരിക്കുകയോ ചെയ്തു പോകരുത്. സാറിനറിയോ, ആ കുട്ടി എന്നോട് വന്ന് എന്തും കരഞ്ഞു പറയും. സാർ തങ്കപ്പെട്ടവനാണ്, നല്ലവനാണെന്നൊക്കെ. പക്ഷെ ആ ദുഷ്ടൻ എന്ന് പറയാവൂ സാർ. താൻ പറയടോ. മറ്റൊരിക്കൽ അങ്ങേരെ ആ കുട്ടിയുടെ കൈ കയറി പിടിച്ചതാ. അന്ന് ആ കുട്ടി പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഈ സാറിനെ ഓർത്തെങ്കിലും പോകരുതെന്ന്. സാറിനോടുള്ള ആത്മാർത്ഥത്തോട് പറയുന്നതാ. ഇനിയിപ്പൊ ഇതിന്റെ പേര് സാർ എന്നെ പിരിച്ചു വിട്ടാലും എനിക്കൊരു വിരോധമില്ല. ആരെ പിരിഞ്ഞു പോണം, ആരെ പിരിച്ചുവിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഈ ഗണപതി പൈ കളി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ എന്നോട് പറയാൻ മടിക്കരുത്. ഞാൻ തനിക്ക് തക്കതായ പ്രതിഫലം തരും. ഒയ്യോ, എനിക്ക് ഒരു പ്രതിഫലവും വേണ്ട, ഈ സ്നേഹം മാത്രം മതിയേ. അവൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എന്ന് മാത്രമല്ല, ഒളിച്ചോട്ടത്തിന് കൂട്ടുനിന്ന 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് താനെന്ത് പറഞ്ഞു? എന്ത് പറയാനാ സാറേ, കാശ് ഇന്ന് വരും നാളെ പോവും. അതുപോലാണോ ഞാനും സാറും തമ്മിലുള്ള ബന്ധം? എന്നിട്ട് താൻ ആ കുട്ടിയോട് ഈ കാര്യം ചോദിച്ചോ? ചോദിച്ചോന്നു. ആ കുട്ടി നിസ്സഹായാണ് സാർ. ബോസ് ആയി പോയില്ലേ, അയാളുടെ ശല്യം മൂലം ആ കുട്ടി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാണ്. പക്ഷെ സാറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അത് വേണ്ടാന്ന് വെച്ചു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. ആ ജീവനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്, സാർ ഇതിലെങ്ങാൻ ഇളങ്കോളിടാൻ പോയാൽ തട്ടിക്കളയാൻ പോലും മടിക്കില്ലെന്ന് അയാൾ പറഞ്ഞത്. ആ കശ്മലന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ പറയാവോ സാർ? അങ്ങനെ പറയാവൂ. ആ കശ്മലം തെണ്ടി പട്ടിയുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. പിന്നൊരു കാര്യം, ഞാൻ പറഞ്ഞതെല്ലാം സാറിന്റെ മനസ്സ് സൂക്ഷിച്ചാ മതി. അച്ഛന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ ഐറ്റം എങ്ങനെ ബോംബെ കൊണ്ട് ഇറക്കിയാൽ എന്റെ കൂട്ടുകാരൻ ബോംബെ ബാബു വരെ ഔട്ടാ. എന്റെ ബുദ്ധിയുടെ അംശം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അവന്മാരുടെ നെഞ്ചത്ത് കേറിയിരുന്ന് പൊങ്കാലിടണത്. അടുപ്പെല്ലാം ഞാൻ കൂട്ടിക്കഴിഞ്ഞു. ഇതിപ്പോ തീ മാത്രം കൊളുത്തിയാൽ മതി. അച്ഛനെ വൃത്തിയായിട്ട് കാണിക്കരുത് കേട്ടോ. തീയിട്ടാണോ ഉണ്ടാക്കുന്നത്? അതെ, പറയുമ്പം വിഷമം തോന്നരുത്. ആഫീസിലെ കാര്യം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. നമ്മുടെ ആൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. പക്ഷെ ആ ആനന്ദ സാറിന്റെ പോക്ക് അത്ര ശരിയല്ല. ഒന്ന് തെളിച്ചു പറയൂ കേശവ. എവിടെ തുടങ്ങുമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. എന്തായാലും പറയൂ. അതെ, നമ്മുടെ ആഫീസിൽ പുതുതായിട്ട് വന്ന ആ ടൈപ്പിസ്റ്റ് ഉണ്ടല്ലോ, മോഹിനി. ആ കുട്ടിയുടെ പുറകെ ആനന്ദ സാർ എപ്പോഴും. കേശവ, ആരെ കുറിച്ചാ പറയുന്നെന്ന് ഓർമ്മയുണ്ടോ?
പറയണമെന്ന് വിചാരിച്ചതല്ല, ഓർമ്മ വെച്ചത് മുതല് ഈ കുടുംബത്തിലെ ചോറാ കേശവൻ ഉണ്ണുന്നത്. കാണാൻ പറ്റാത്തത് കാണുമ്പോ എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ വയ്യായി. ദേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സൂക്ഷിച്ചാ നിങ്ങളുടെ കുടുംബത്തിലെ നല്ലത്. പെട്ടെന്ന് കയറി ബഹളം വെച്ചാ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം മയത്തില് മതി. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോ വീട്ടിലേക്കാണോ? അല്ല, ഒന്ന് മാർക്കറ്റിൽ പോകുന്നു. എനിക്കിത് ആരംഭത്തിലേ തോന്നിയതാ. ഗണപതി ചേട്ടന്റെ ഒട്ടക്ക് നിന്നുള്ള സംസാരവും മുടികർപ്പിക്കലും പാന്തടികളും ഒക്കെ. ഏതായാലും കേശവൻ ചേട്ടൻ പറഞ്ഞത് നന്നായി. ഇനി നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. ഞാൻ പറഞ്ഞതാണെന്ന് ചേച്ചി അറിയണ്ട. എല്ലാവരും മയത്തില് കൈകാര്യം ചെയ്താൽ മതി. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ. എന്റെ തിരുമൽദേവ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കുമോ? ഇല്ല ചേച്ചി പറ. നമ്മുടെ ആനന്ദനെ ഈയിടെയായിട്ട് വല്ലാത്തൊരു മാറ്റം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നീ ശരിക്കും ശ്രദ്ധിക്കാഞ്ഞിട്ടാ. നല്ല മാറ്റമുണ്ട്. ഭർത്താവാണെന്ന് കരുതി കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ദേ, അവനാ ടൈപ്പിസ്റ്റുമായിട്ട് അടുപ്പത്തിലാ. അങ്ങനെ വഴിക്ക് വാ. ഞാനത് ചേച്ചിയോട് പറയാൻ ഇറക്കുമായിരുന്നു. കുഴപ്പം എന്റെ ചേട്ടനല്ല, നിങ്ങളുടെ ചേട്ടനാ. എടി, ഗുരുത്വദോഷം പറയരുത്. അവരെ എന്റെ അല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ചെറുതായിട്ടൊന്ന് നോക്കാൻ പോലും അറിയാൻ വയ്യാത്ത ആളാ. അത് കൊള്ളാം. പിന്നെ എന്റെ ചേട്ടനാ മുഖത്ത് നോക്കുന്നത്. പാലേതാ പാഷാണം ഏതാന്ന് പോലും തിരിച്ചറിയാത്ത കൂട്ടത്തിലുള്ളതാ എന്റെ ചേട്ടൻ. ഇല്ലാത്തത് പറഞ്ഞാലേ ദോഷം കിട്ടും. അതാ കുഴപ്പം. നല്ലതും ചീത്തയെ തിരിച്ചറിയാനുള്ള ബുദ്ധി അവനില്ല. പറഞ്ഞു പറഞ്ഞ് കടുവയെ കിടുവ പിടിച്ച പോലായല്ലോ. ആർക്കും ഒന്നും അറിയില്ലാന്ന് കരുതരുത് കേട്ടോ. ചേട്ടന്റെ ഒരു മുടി കറുപ്പിക്കലും ഒട്ടക്ക് നിന്നുള്ള സംസാരവും എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. ദേ, അനാവശ്യം പറയുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നിങ്ങളും അതാ മനസ്സിലാക്കേണ്ടത്. ഒരു തള്ളയും പിള്ളയും വഴിയാധാരമാകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതിപ്പോ വിനയായെങ്കിൽ ഞാനൊന്നും പറയുന്നില്ലേ എന്റെ ഉടുപ്പി കൃഷ്ണ. ചേച്ചിയുടെ പിള്ളയുടെ കാര്യം മാത്രം നോക്കിയാ മതി. എന്റെ പിള്ളയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. നീ എങ്ങനെയെങ്കിലും ഭണ്ഡാരം അടങ്ങാൻ. ആനന്ദ് പഴച്ചു. നാണക്കേട്. എന്താണ് കുട്ടികളെ പോലെ കരയണത്? സത്യം പറയണം, നിങ്ങൾ എന്റെ മുഖത്തല്ലാതെ വേറെ പെണ്ണ് മുഖത്ത് നോക്കിയിട്ടുണ്ടോ? കമലം, നീ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയുമോ? എനിക്കറിയാം എന്റെ ചേട്ടൻ പാവമാണെന്ന്. അള്ളിച്ചേച്ചി പറയുന്നു ചേട്ടൻ ടൈപ്പിസ്റ്റിന് പ്രേമം കൊടുത്തു. അങ്ങനെ പറഞ്ഞോ? ആ കള്ളൻ ഗണപതിയും ആ പെണ്ണുമായി ആടിപ്പാടി നടക്കുന്നത് നമ്മൾ അറിഞ്ഞത് കൊണ്ട് നമ്മൾ പറഞ്ഞു അയാളാണ് കള്ളൻ. ഇത് നമ്മൾ നിന്നോട് എങ്ങനെ പറയുമെന്ന് കരുതിയും മിണ്ടാതിരിക്കായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രായമാകുമ്പോ ചിലർക്ക് ബുദ്ധി നഷ്ടപ്പെടും. നമ്മൾ നിറയെ പ്രാവശ്യം ഉപദേശം കൊടുത്തു നോക്കി, കേട്ടില്ല. നന്നാകാൻ ഇഷ്ടമില്ലാത്തവൻ കേൾക്കുമോ ഉപദേശം? നമ്മൾ രാത്രിയിലും പകലും ഓർത്ത് കഴിയണ ഈ തങ്കക്കുടത്തിനെ മറന്ന് നമ്മൾ വേറൊരു സുന്ദരിയുടെ പുറകെ പോകുമോ? നീയാണ് സുന്ദരി, സ്വർലോക സുന്ദരി. നമ്മൾക്കൊരു കാര്യത്തിലെ സങ്കടമുള്ളൂ. നീ നമ്മളെ സംശയിച്ചല്ലോ. അയ്യോ, നിങ്ങളെ നമ്മൾ സംശയിക്കുമോ? അസൂയുള്ളവരും കുശുമ്പ് കൂടുള്ളവരും അങ്ങനെ പലതും പറയും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടൊപ്പം നമ്മളുണ്ട്. നിന്റെ ഓരോ മായാജാലങ്ങൾ. എന്താ ഇത്? കമ്പനിയിലെ ജോലിക്കാർ കാണും. ഓ, കമ്പനിയിലെ ബോറന്മാർക്ക് വേറെ ജോലിയില്ലേ? അവർ നിന്നെ തന്നെ നോക്കണം, നീ എന്നെ തന്നെ നോക്കൂ. ഇങ്ങനെ കരഞ്ഞാലോ? വിവരമില്ലാത്തവർ പലതും പറയും. അത് കേട്ട് നമ്മൾ വിഷമിക്കുന്ന എന്തിനാ? ആ പെണ്ണിനെ പിരിച്ചുവിടാൻ തുടങ്ങിയപ്പോഴൊക്കെ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു കാലു പിടിച്ചു. എന്നാലും നമ്മളെ കുറിച്ചോ? എന്നെ പറ്റിയ? അല്ലോ, എന്നെ പറ്റി നിനക്കറിഞ്ഞൂടെ? തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. നീയല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടില്ല. ഇത്രയും മുഖശ്രീയുള്ള നിന്നെ വിട്ട് ആ നരന്ത് പോലുള്ള മോഹിനിയുടെ പിന്നാലെ ഞാൻ പോയിന്ന് നീയും കൂടി പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾക്കറിയണ്ട. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനക്ക് നമ്മളെ വിശ്വാസമാ. 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ട ഒരു മനസ്സിന്റെ വായ മൂടിക്കെട്ടാൻ ഒക്കുമോ? കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മിച്ചേ. പണ്ടേ നമ്മുടെ പുള്ളിപ്പശുവിനെ കുളിപ്പിക്കാൻ വേണ്ടി തെക്കേ കുളത്തിന്ന് ഒരു കുടം വെള്ളവുമായിട്ട് വരുമ്പോ ആ പുള്ളിപ്പശു കയറ് പൊട്ടിച്ച് എന്നെ കുത്താൻ ഓടിച്ചില്ലേ? അപ്പൊ നമ്മൾ കള്ള
ഞങ്ങളെ കൃഷ്ണന് എല്ലാം ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. എനക്കും എല്ലാം ഓർമ്മയുണ്ട്. അത് വേണ്ട, അത് മുഴുവൻ ഉപ്പ. ഇത് നമ്മൾ ഉണ്ണണ്ട, മുഴുവൻ വരുവാ. പപ്പടത്തിന് ഉപ്പ് കൂടുതലുണ്ടോ? ഏയ് ഇല്ല. അച്ചാറിനോ? അച്ചാറിനാണെങ്കിൽ പാകത്തിന് എരിവ്, നല്ല ടേസ്റ്റ്. എന്നാ അച്ചാറ് കുറച്ചു എടുത്തേ. അത് നമ്മൾ ഉണ്ണണ്ട പറഞ്ഞില്ലേ? ദാ, പപ്പടം കഴിച്ചോളൂ. അച്ചാറ് തറൂ. എന്താ